അങ്ങനെ ഉച്ചയായപ്പോൾ ഞാൻ വാരണാസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ഒരു ഓട്ടോയിൽ 5 കിലോമീറ്റർ ദൂരെയുള്ള കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് ഞാൻ യാത്ര തുടർന്നു. അയാൾ എന്നെ ക്ഷേത്രത്തിന്റെ അടുത്ത് നിന്നും 2 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ലോഡ്ജിൽ ഇറക്കി സ്ഥലം വിട്ടു. അവിടുത്തെ ഒരു ലോഡ്ജിൽ റൂമെടുത്ത് ഫ്രഷായതിനു ശേഷം ഞാൻ കാലഭൈരവ ടെമ്പിളിലേക്ക് യാത്രയായി. കാശിയിൽ വന്നാൽ നമ്മൾ ആദ്യം കാലഭൈരവനെ കാണണമെന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്നും 3.5 കിലോമീറ്ററാണ് കാലഭൈരവ ക്ഷേത്രത്തിലേക്കുള്ളത്. അവിടേക്ക് നടന്നാണ് ഞാൻ പോയത്. ഇവിടുത്തെ ഗലികളിലൂടെയുള്ള യാത്ര ഒരു നല്ല അനുഭവമാണ്. കാലഭൈരവ ടെമ്പിളിലെ സെക്യൂരിറ്റിക്കാരൻ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഇതിലെ കാലഭൈരവ ഫോട്ടോസ് എല്ലാം തന്നെ ഞാൻ ഗൂഗിളിൽ നിന്നും എടുത്തതാണ് കേട്ടോ. കാലഭൈരവ ടെമ്പിളിൽ നിന്നും അവിടുത്തെ ഗലികളിലൂടെ നടന്ന് ഞാൻ മണികർണിക ഘട്ടിലേക്കെത്തി. ഫ്രണ്ട്സ്, ഇവിടെ നിന്നുള്ള ഗംഗാമാതാവിൻ്റെ ദർശനം അതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് അനുഭവിക്കണം. ഗംഗയിലെ ബോട്ട് യാത്രയ്ക്ക് ആദ്യം 2500 രൂപയാണ് എന്നോട് ചോദിച്ചത്. അത് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് നടന്നു. പക്ഷേ കുറെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അയാൾ എനിക്ക് 1500 രൂപയ്ക്ക് ഒരാൾക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു ബോട്ട് അറേഞ്ച് ചെയ്തു തന്നു. അങ്ങനെ ഗംഗയിൽ കൂട്ടത്തോടെ ബോട്ട് യാത്ര നടത്തുന്ന ആൾക്കാരുടെ ഇടയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് ഒരു ബോട്ടിൽ ഗംഗയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. സാധാരണ എവിടെയെങ്കിലും പോയാൽ വെള്ളത്തിലിറങ്ങിയുള്ള കളി ഞാൻ ഒഴിവാക്കുകയാണ് പതിവ്, പ്രത്യേകിച്ച് ബോട്ട് യാത്രകൾ. പക്ഷേ ഇവിടെ എന്തോ എനിക്ക് ഈ ബോട്ട് യാത്ര ചെയ്യണമെന്ന് തോന്നി. അതാകട്ടെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസുമായി മാറി. ഇവിടുത്തെ നഗരപ്രദേശങ്ങളിലും ഗലികളിലും മാലിന്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഗംഗ പൊതുവെ വൃത്തിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ദിവസേന വലിയൊരു ആൾക്കൂട്ടം ഇവിടെ വന്നു പോകുന്നുണ്ടെങ്കിലും ഗംഗ എപ്പോഴും ക്ലീനായി തന്നെ ഇരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഗംഗയിലെ ബോട്ട് സവാരിക്ക് ശേഷം ഗംഗാ ആരതി കാണുവാനായി ആ ബോട്ടുകാരൻ എന്നെ കരയിലേക്ക് കൊണ്ടുപോയി. ആ ബോട്ടുകാരൻ ഗംഗാ ആരതി കാണുവാനായി എന്നെ അവിടെ നിർത്തിയിട്ടിരുന്ന മറ്റൊരു വലിയ ബോട്ടിലേക്ക് കയറ്റി വിട്ടു. എൻ്റെ മോനെ, ഈ ക്രൗഡിൻ്റെ കൂടെ ഗംഗാ ആരതി കാണുക എന്നുള്ളത് ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുറേ നേരം ബോട്ടിലിരുന്ന് ഗംഗാ ആരതി കണ്ടതിന് ശേഷം ഞാൻ കരയിലേക്ക് പോയി ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഗംഗാ ആരതി ദർശിച്ചു. അതിനുശേഷം കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനവും നടത്തി ഞാൻ ത്രിവേണി സംഗമത്തിലേക്ക് പുറപ്പെട്ടു.